Hi all, welcome to Edu's MLT PSC Coaching 2023. I am Krishna Priya. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ കെമിസ്ട്രി, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ടുഡേ വി സ്റ്റാർട്ട് വിത്ത് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ മെറ്റബോളിസത്തിനകത്ത് കുറേ റിയാക്ഷൻസ്, പാത്വേസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനകത്ത് ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോനിയോജനസിസ്, ഗ്ലൈക്കോജീനോലൈസിസ് എക്സെട്ര, അങ്ങനെ കുറേ പാത്വേസ് ഉണ്ട്. അപ്പോൾ ആ പാത്വേസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിയാക്ഷൻസ്, ദാറ്റ് ഈസ് കാറ്റബോളിസം ആനബോളിസം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ് മെറ്റബോളിസം. ഓക്കെ, ഇപ്പോൾ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ ഓഫ് മോളിക്യൂൾ, ബട്ട് ആനബോളിസം ഈസ് ദ റിഡക്റ്റീവ് ബയോസിന്തസിസ് ഓഫ് ദി മോളിക്യൂൾ. മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ആനബോളിസം. ഡീഗ്രഡേറ്റീവ് പാത്വേസ് ആണ് കാറ്റബോളിസത്തിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. കാറ്റബോളിസം ആൻഡ് ആനബോളിസം ടുഗദർ ടു ഫോം മെറ്റബോളിക് പാത്വേസ്. ഓക്കെ, അപ്പോൾ കാറ്റബോളിസം എന്തായിരുന്നു? ദാറ്റ് ഈസ് degradation of molecule, that is large molecule degrade to form small molecules with the liberation of energy or the production of energy. Okay, catabolismത്തിന്റെ product ആയിട്ട് energy form ചെയ്യുന്നുണ്ടായിരിക്കും. But in the case of anabolism, with the utilization of the energy, the small molecules combine to form larger molecules. ആ process ആണ് anabolism എന്ന് പറയുന്നത്. Okay, catabolism and anabolism രണ്ട് ടേംസും. Then this energy generation occurs by 3 steps or 3 stages. അപ്പോൾ ഡിഗ്രഡേഷൻ, കാറ്റബോളിസത്തിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭാഗമായിട്ട് എനർജി സിന്തസൈസ് ചെയ്യണമെങ്കിൽ 3 സ്റ്റേജസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഫസ്റ്റ്, കോംപ്ലക്സ് മോളിക്യൂൾസ് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് മാറുമ്പോൾ ആ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എനർജി സിന്തസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ദി കൺവേർഷൻ ഓഫ് ദീസ് ബിൽഡിംഗ് ബ്ലോക്സ് ടു സിമ്പിൾ ഇൻ്റർമീഡിയറ്റ്സ്, അതിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോമായിട്ട് മാറുന്നു. ആൻഡ് ലാസ്റ്റ് ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ കോയിൽ. അത് സിട്രിക് ആസിഡ് സൈക്കിളിനൊക്കെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോഴും നമുക്ക് എനർജി റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എനർജി സിന്തസിസ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഡിഗ്രഡേറ്റീവ് പാത്വേ. ഓക്കെ, ഇപ്പോൾ കോംപ്ലക്സ് മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുന്നത് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അത് പോളിസാക്കറൈഡ് ഫോം, ലിപ്പിഡ്സിൻ്റെ കേസിൽ ഫാറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ കോംപ്ലക്സ് ഫോം ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ്? അമിനോ ആസിഡ്. പോളിസാക്കറൈഡ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് മോണോസാക്കറൈഡ്സ് ആണ്. ആൻഡ് ഫാറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഫാറ്റി ആസിഡ്. ഡിഗ്രഡേറ്റീവ് പാത്വേയിൽ പ്രോട്ടീൻസ് അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു, പോളിസാക്കറൈഡ്സ് ടു ദ മോണോസാക്കറൈഡ് യൂണിറ്റ്സ്, ഫാറ്റ്സ് ടു ഫാറ്റി ആസിഡ്. ആൻഡ് ദീസ് ഓൾ converted to acetyl CoA and that enter into the citric acid cycle and produce energy or ATP synthesize ചെയ്യുന്ന citric acid cycle-നകത്തൂടെ കയറിയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനകത്ത് കയറി കഴിയുമ്പോഴായിരിക്കും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെ ഭാഗമായിട്ട് ATP സിന്തസിസ് നടക്കുന്നത്. ദിസ് ഈസ് ദ ഓവറോൾ പ്രോസസ് മെറ്റബോളിസം നടക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഗ്ലൂക്കോസിനെ നമുക്ക് സെൽസിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്വേസ് പറഞ്ഞു. പാത്വേസ് അല്ല, കുറേ ട്രാൻസ്പോർട്ടേഴ്സ് വേണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആ ട്രാൻസ്പോർട്ടേഴ്സ് 2 ടൈപ്പ് ആയിരിക്കും ട്രാൻസ്പോർട്ടേഷൻ മീഡിയേറ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓർ കോ ട്രാൻസ്പോർട്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആരെയും ഒരാളെ സഹായത്തിന് വിളിച്ചിട്ട് ആ ആളുടെ കൂടെ ഗ്ലൂക്കോസിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞത് എസ്-ഗ്ലൂട്ട്, സോഡിയം ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിന് ട്രാൻസ്പോർട്ട് ചെയ്ത് സെൽസിനകത്തോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ അതിന് കൂടെ ആര് വേണം? ഗ്ലൂക്കോസിൻ്റെ കൂടെ സോഡിയം കൂടെ വേണം. അതുകൊണ്ടാണ് സോഡിയം ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിഗർ. ആൻഡ് ദെൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനി കോ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഏത് മോളിക്യൂൾസിനാണോ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അവർക്ക് മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ടൈപ്പ് ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ഗ്ലൂക്കോസ് മാത്രമായിട്ട് നമുക്ക് സെൽസിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു. എവിടെയൊക്കെയാണ് ട്രാൻസ്പോർട്ടേഴ്സ് കാണുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ദെൻ നെക്സ്റ്റ്, glucose transporter 4 that transport glucose from the extracellular fluid to the muscle cells and adipose tissues, and this translocase under the influence of insulin. Okay, ആ കണ്ടീഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ട്രാൻസ്പോർട്ടർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗ്ലൂക്കോസ് ഇൻ ടു ദി
most of the cells. Sodium glucose transporter S-GLUT, facilitated diffusion transporter GLUT, active glucose transporter AGT, insulin mediated transporter. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ട്രാൻസ്പോർട്ടർ ഗ്ലൂട്ട്, ഓക്കെ, നമ്മൾ പറഞ്ഞു ഗ്ലൂട്ട് 1, 2, 3, 4 ഉണ്ട്. സോഡിയം ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2 കേസസ് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള സെൽസിനകത്ത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയായിരിക്കും ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അവരെ ഗ്ലൂട്ട് എന്ന് പറയുന്നത് ഗ്ലൂട്ട് 1, 2, 3, 4 എക്സെട്ര. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതാണ്? ഗ്ലൈക്കോളിസിസ് പാത്വേ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ദ ടേം ഗ്ലൈക്കോളിസിസ്? എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഗ്ലൈക്സ് മീൻസ് സ്വീറ്റ് ആൻഡ് ലൈസിസ് ഈസ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇൻ ടു കറസ്പോണ്ടിങ് പ്രോഡക്റ്റ്. ഓക്കെ, അതിനാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് ഗ്ലൈക്കോലൈസിസ്, അപ്പോൾ ഗ്ലൈക്കോലൈസിസ് സ്പ്ലിറ്റിംഗ് അപ്പ് എന്ന് പറയാൻ കാരണം 6 കാർബൺ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ 4th സ്റ്റെപ്പ് ആവുമ്പോഴേക്കും 2 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദിസ് ടേമിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്വീറ്റ് അല്ലെങ്കിൽ ഷുഗർ മോളിക്യൂൾ 6 കാർബൺ ഷുഗർ മോളിക്യൂൾ ഈസ് സ്പ്ലിറ്റ് ടു ഫോം 2 3 carbon compound. That is the word meaning glycolysis. Glycos means sweet and lysis is splitting. 6 carbon glucose molecule is split to form 2 3 carbon compound in the 4th step. അപ്പോൾ end product ഫോം ചെയ്തിട്ടില്ല, അതാണ് ആ മീനിങ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എംബഡൻ-മേയർഹോഫ് പാത്വേ. ഓക്കെ, ദെൻ what is glycolysis? Definition of glycolysis is glucose is converted to pyruvate or lactate along with the production of a small quantity of energy. അതിനെയാണ് glycolysis എന്ന് പറയുന്നത്. That is glucose is converted to pyruvate. Pyruvate ആയിട്ട് മാറുന്നത് ഏത് കേസിലാണ്? Aerobic condition, that is with the presence of oxygen or in the presence of oxygen, glucose is converted to pyruvate, and in the absence of oxygen, that is anaerobic condition, this glucose is converted to lactate along with the production of small quantity of energy, and that process is called glycolysis. And this glycolysis reaction that is takes place in cytoplasm of the cells. അപ്പോൾ എല്ലാ സെൽസിന്റെ സൈറ്റോപ്ലാസ്മിനകത്താണ് ഗ്ലൈക്കോളിസിസ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഓർത്തോണം, glycolysis takes place in cytoplasm. Okay, then what are the importance of the glycolytic pathway? എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ ഓൺലി പാത്വേ ദാറ്റ് ഈസ് ടേക്സ് പ്ലേസ് ഇൻ ഓൾ സെൽസ്. എല്ലാ സെൽസിനകത്ത് നടക്കുന്ന ഒരു പാത്വേ ഏതാണ്? ഗ്ലൈക്കോലൈസിസ് ഫോർ ദ എനർജി. ഓക്കെ, ആൻഡ് എറിത്രോസൈറ്റ്സിനകത്ത് ആകെപ്പാടെ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൈക്കോലൈസിസിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് ഡ്യൂറിങ് സ്റ്റേണസ് എക്സസൈസസ് ദി അനറോബിക് ഗ്ലൈക്കോളിസിസ്, ദാറ്റ് ഈസ് അനറോബിക് ഗ്ലൈക്കോളിസിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണ്? ലാക്ടേറ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഫോംസ് മേജർ എനർജി സോഴ്സ് ഓഫ് ദി മസിൽസ്. എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഗ്ലൂക്കോസ് കിട്ടാത്തപ്പോൾ, നമ്മൾ ഫുഡിനകത്തൂടെ ഗ്ലൂക്കോസ് കിട്ടാത്തപ്പോൾ അനറോബിക് ഗ്ലൈക്കോളിസിസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അനറോബിക് ഗ്ലൈക്കോളിസിസ് ആയിരിക്കും നടക്കുന്നത്, മസിൽസിന്റെ എനർജിക്ക് വേണ്ടിയിട്ട്. And this is the preliminary step before complete oxidation and the carbon skeleton for the synthesis of certain non-essential amino acid as well as the glycerol part of fat. ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൽ നിന്നാണ് എന്ത് സിന്തസൈസ് ചെയ്യുന്നത്? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഫാറ്റും. ഓക്കെ, glycerol part of fat is also synthesized from this carbohydrate molecule, and most of the reactions are reversible, which are also used in gluconeogenesis. അപ്പോൾ ഗ്ലൈക്കോളിസിസും ഗ്ലൂക്കോനിയോജനസിസിനകത്തും കുറെ കോമൺ ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഓക്കെ, ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആയിട്ടുള്ളതിനെ നമ്മൾ അവിടുത്തെ എൻസൈംസിനെയാണ് നമ്മൾ കീ എൻസൈംസ് ഓഫ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലൈക്കോളിസിസ് പാത്വേയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഓവറോൾ പിക്ചർ of representation, that is glycolysis നടന്നിട്ട് glucose is converted to 2 pyruvate molecule. Okay, pyruvate is a 3 carbon compound, glucose is a 6 carbon compound. അപ്പോൾ ഒരു ഗ്ലൂക്കോസിന്റെ ഗ്ലൈക്കോളിസിസ് നടന്നു കഴിയുമ്പോൾ 2 pyruvate ഫോം ചെയ്യുന്നുണ്ടായിരിക്കും 10 steps reaction വഴി. and in the anaerobic condition this pyruvate is converted to lactate, and in other cases is pyruvate is converted to acetyl CoA or to ethanol molecule
ആൻഡ് ദിസ് അസറ്റൈൽ കോയ ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ അത് മേജറായിട്ട് ബാക്കിയുള്ള റിയാക്ഷൻസ് എല്ലാം പറയുന്നു. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ glucose is converted to pyruvate or lactate. Pyruvate in aerobic condition and lactate in anaerobic condition with the production of a small quantity of energy. That is called glycolysis. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഗ്ലൈക്കോളിസിസിനകത്ത് മെയിൻലി 10 എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അത് 2 സ്റ്റേജ് ആയിട്ട് ഈ 10 റിയാക്ഷൻസിനെ 10 റിയാക്ഷൻസിനെ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2 സ്റ്റേജസ്. ഫസ്റ്റ് ഈസ് ദ preparatory phase and then next is the payoff phase. Okay, first preparatory phase nathu this 6 carbon compound glucose is converted to 3 carbon compound ആയിട്ട് മാറുന്നിടം വരെ ആ സ്പ്ലിറ്റിംഗ് നടക്കുന്നതും വരെ ഉള്ള സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് preparatory phase എന്ന് പറയുന്നത്. അപ്പോൾ then